ഇത് നെന്മാറ അയിലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ അതിദരിദ്രനായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറിയെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മൾ ഉണ്ണികൃഷ്ണൻ വിളിച്ചപ്പോ ചേട്ടൻ വന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. കണ്ടോ, ഇതാണ് ബാത്റൂം. ഇവിടെ തന്നെയാണ് അദ്ദേഹം കിടക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഷെഡില് അതിന്റെ അടിയിലൂടെയൊക്കെ പാമ്പ് കയറലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ വീട്ടിൽ അതിദരിദ്രരില്ലാത്ത കേരളമായപ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം. ഈ വീട്ടിൽ ഒരൊറ്റ മുറി വീടാണ്. അടുക്കളയില്ല, ഭക്ഷണം കഴിക്കാൻ മറ്റു പാത്രങ്ങളൊന്നുമില്ല. അത് അതിദരിദ്രരായിരുന്ന സമയത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ആകപ്പാട് ഇവിടെ വരുത്തിയൊരു മാറ്റം ഈ മേൽക്കൂര മാറ്റി എന്നുള്ളതാണ്. ആസ്ബറ്റോസ് മാറ്റി ഒരു ഷീറ്റാക്കി. അതിനുശേഷം പഞ്ചായത്ത് ഒരു കട്ടിലും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കട്ടിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല. ഈ വീടിന്റെ വാതിലാണ് ഇതിങ്ങനെ പൊളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമല്ല. കഴിഞ്ഞ തവണ ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒരു ഷെഡ് ഒരു ട്രസ്റ്റിന്റെ സഹായത്തോട് വെച്ചു കൊടുത്തത് മാത്രമാണ് ഇവിടെയുള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഈ ഷെഡിനെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി കേവലം 2-3 ദിവസം മുമ്പ് വന്ന് മേൽക്കൂരയിലെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി അകത്തൊരു ഫിറ്റ് ചെയ്ത് കൊടുക്കുക പോലും ചെയ്യാതെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കട്ടിലിനെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പോയതല്ലാതെ യാതൊരു സഹായവും ഉണ്ണികൃഷ്ണന് ചെയ്തു കൊടുത്തിട്ടില്ല ഗവൺമെന്റ്. മാത്രമല്ല ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം വരെ കണക്ഷൻ കട്ട് ചെയ്ത് 6 മാസമായിട്ടും കുടിവെള്ളമില്ലാതെ അയൽപക്കത്തെ വീടുകളിൽ നിന്ന് കുപ്പിയിൽ വെള്ളം ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം കുടിക്കുന്നത് ഉൾപ്പെടെ ചെയ്യുന്നത്. അവന്റെ ജീവിതം അങ്ങനെ കുടിവെള്ളമില്ല, ഭക്ഷണവുമില്ല, അടുക്കളയില്ല, വെളിച്ചമില്ല, ഒന്നും ഇല്ലാത്തുള്ള ജീവിതമാണ് അവന്റെ. അതിന് ഈ കടകളില് ചായക്കട, എന്താണ് മിന്റെ വീട്ടില് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിനുള്ള ജീവിതം അല്ലാണ്ട് അവര് കൊടുക്കണ ഭക്ഷണം അല്ലാണ്ട് വേറെ ആരും കൊടുക്കണില്ല. ഉണ്ണികൃഷ്ണന്റെ ഈ വീട്ടിൽ ഒരു കറന്റ് കണക്ഷൻ ഇല്ല. ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടേക്ക് കറന്റിന്റെ കണക്ഷനോ മീറ്ററോ ഒന്നും എത്തിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ, താമസിക്കുന്ന സ്ഥലത്ത് കട്ടിൽ വരികയും മേൽക്കൂര മാറുകയും ചെയ്തപ്പോൾ താൻ അതിദരിദ്രനല്ലാതായെന്ന സന്തോഷത്തിലാണ് ഉണ്ണിയേട്ടൻ.